ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമന് നാരായണീയം ദശകം 54. കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങൾക്ക് വിഷബാധയും. നമുക്ക് ഈ ദശകത്തിലെ കഥയുടെ ചുരുക്കം ഒന്ന് നോക്കാം. ശ്രീകൃഷ്ണനിൽ ഭക്തി വളരെയുണ്ടായിരുന്ന സൗഭരി എന്നു പേരായ പ്രസിദ്ധനായ മഹർഷി കാളിന്തിയുടെ അടിത്തട്ടിൽ 12 വർഷം തപസ്സു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭോഗാസക്തമായ മത്സ്യസമൂഹവുമായി സ്നേഹബന്ധത്തിൽപ്പെടുകയും അവയെ കൊന്നു തിന്നാനെത്തിയ ഗരുഡനെ മുമ്പിൽ നേരിട്ട് കാണുകയും ചെയ്തു. മഹർഷിയുടെ മുന്നിൽ വെച്ച് ഗരുഡൻ ഒരു മത്സ്യത്തെ തിന്നുന്നത് കണ്ട് മഹർഷി തപ്തഹൃദയനായി. ഇനിയും മേലിൽ ഇവിടെ വന്നെത്തുകയോ ജന്തുക്കളെ ഭക്ഷിക്കുകയോ ചെയ്താൽ ജീവിതവും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ഗരുഡനെ ശപിച്ചു. സർപ്പസമൂഹം അവരുടെ രക്ഷയ്ക്കു വേണ്ടി ഗരുഡന് ബലി നൽകി വന്നിരുന്നു. കാളിയൻ എന്ന സർപ്പരാജാവ് സ്വന്തം ശക്തി കൊണ്ട് മതാന്ധനായി ഗരുഡന് വെച്ച ഭക്ഷണം കഴിച്ചു. കോപിച്ച ഗരുഡൻ തൻ്റെ ഇടതു ചിറകുകൊണ്ട് കാളിയനെ പ്രഹരമേൽപ്പിച്ച് അവശനാക്കി. പരവശനായ കാളിയൻ ഭയചകിതനായി ഗരുഡൻ പ്രവേശിക്കാത്ത യമുന നദിയെ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഗരുഡന് മുന്നേ തന്നെ ഒരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഈ യമുന നദിയിൽ നിന്നെ കണ്ടാൽ, ഏതെങ്കിലും ജീവികളെ ഭക്ഷിക്കുന്നത് കണ്ടാൽ നിന്റെ ജീവനും അപകടത്തിലാവും. അങ്ങനെ ഒരു ശാപം കൊടുത്തിട്ടുണ്ട് സൗഭരി മുനി. അതിനാലാണ് കാളിയൻ അവിടെ വന്നു പാർക്കുന്നത്. കാളിയൻ കാളിന്തിയിൽ കഴിയുമ്പോൾ വൃക്ഷങ്ങളും ആകാശത്ത് പറക്കുന്ന പക്ഷികളും വിഷജ്വാല കൊണ്ട് പ്രാണനെ വെടിഞ്ഞ് യമുനയിൽ പതിക്കുന്നത് ഭഗവാനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരിക്കൽ ഭഗവാൻ യമുന തീരത്തിലുള്ള കാനനത്തിലേക്ക് കുറച്ചു കൂട്ടുകാരും ഒന്നിച്ച് ബലരാമനെ കൂടാതെയാണ് കേട്ടോ പോയത്. ആ അവസരത്തിൽ അതികഠിനമായ ചൂട് കാരണം പശുക്കളും ഗോപന്മാരും യമുനയിലെ വിഷജലം കുടിച്ചു. അപ്പോൾ ഭഗവാൻ വിഷജലം കുടിച്ച് മരിച്ച ഗോപബാലന്മാരെയെല്ലാം കണ്ട് ആർദ്രചിത്തനായി അമൃതദ്രവപൂർണമായ കടാക്ഷത്താൽ ജീവിപ്പിച്ചു. ശരീരാവയവങ്ങളിലെല്ലാം ഒരു പുത്തൻ ഉണർവ് ലഭിച്ച ഗോപന്മാർ ഇതെങ്ങനെയുണ്ടായതെന്ന് ആലോചിച്ചു. ഭഗവാനെ കണ്ട് കാരണം ഭഗവാനാണെന്നറിഞ്ഞ് അവർ അത്യധികം സന്തോഷത്തോടെ ഭഗവാനെ ആലിംഗനം ചെയ്തു. ഗോക്കൾ ഭഗവാന്റെ കടാക്ഷമേറ്റ് പുനർജീവിച്ചു. വിഷബാധയിൽ നിന്നും മുക്തരായ ഗോപന്മാർ സന്തോഷത്തോടെ ഭഗവാനെ സ്തുതിച്ചു. ജീവൻ വെടിഞ്ഞവരെ ജീവനുള്ളവരാക്കി തീർക്കാൻ കഴിയുന്ന ഭഗവാന് തന്നെ രോഗവിമുക്തനാക്കാൻ ഒരു പ്രയാസവുമില്ല എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന് നാരായണീയം ദശകം 54. കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങൾക്ക് വിഷബാധയും. ശ്ലോകം 1. ത്വത്സേവോത്കത്സൗഭരിർനാമ പൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ത്വത്സേവോത്ക സൗഭരിർ നാമ പൂർവം കാളിന്ദ്യന്തർ ദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർക്ഷ്യം സാക്ഷാത് ഐക്ഷതാഗ്രേ കഥാചിത്. ത്വത്സേവോത്ക അങ്ങയെ സേവിക്കുന്നതിൽ തത്പരനായ സൗഭരി നാമ സൗഭരി എന്ന പ്രസിദ്ധിയേറിയ മഹർഷി പൂർവം പണ്ട് കാളിന്ത്യന്ത യമുനയുടെ ഉള്ളിൽ ദ്വാദശാബ്ദം 12 കൊല്ലം തപസ്യൻ തപസ് ചെയ്യുന്നവനായി
ഭോഗലോലെ ലൗകിക സുഖാസക്തമായ മീനവ്രാതെ മത്സ്യക്കൂട്ടത്തിൽ സ്നേഹവാൻ സ്നേഹമുള്ളവനായിത്തീർന്നു. കഥാചിത് ഒരിക്കൽ അഗ്രേ മുമ്പിൽ താർക്ഷ്യം ഗരുഡനെ സാക്ഷാത് പ്രത്യക്ഷമായി ഐക്ഷത കണ്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ത്വത് സേവോത്ക അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സൗഭരീർ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് ചൊല്ലണം. സൗഭരീർ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്വത് എന്നുള്ളത് ത്വ എന്നാവുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. തോ നായിപ്പ് വരുത്. നാമപൂർവം നാമ മെല്ലെ നൂന്നണം. നാന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ നാമപൂർവം. കാളിന്തി അന്തർ ചേർത്തിട്ട് കാളിന്തി അന്തർ. ദ്വാദശാബ്ദം ദം എന്നുള്ളത് ബ ദ എന്നാണ്. ദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതെ സ്നേഹവാൻ ഭോഗലോലേ. ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. താർക്ഷ്യം ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സാക്ഷാത് ക്ഷ എന്ന് ഇവിടെയും ഊന്നി പറയാനുള്ളതാണ്. ഐക്ഷതാഗ്രേ ഇവിടെയും അതേപോലെ ക്ഷാന്ന്. 3 സ്ഥലത്ത് ക്ഷ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാണ്ട്. കഥാചിത് ദ എന്നുള്ളത് ദയേലത്തെ ദ എന്നാണ്. കഥാചിത് അങ്ങനെ നിർത്താം. ത്വത്സേവോത്കസൗഭരിർനാമപൂർവം കാളിന്ത്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതെ സ്നേഹവാൻ ഭോഗലോലേ. താർക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിത്. അടുത്തത് 2ാമത്തെ ശ്ലോകം. ത്വദ്വാഹം തം സക്ഷുഥം തൃക്ഷസൂനും മീനം കഞ്ചിജ്ജക്ഷതം ലക്ഷയൻ സ തപ്തശ്ചിത്തേ ശബ്ദവാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാപി മോക്താ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ത്വത് വാഹം തം സക്ഷുഥം തൃക്ഷസൂനും മീനം കഞ്ചിത് ജക്ഷതം ലക്ഷയൻ സ തപ്തശ്ചിത്തേ ശബ്ദവാൻ അത്ര ചേത് ത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാപി മോക്താ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സക്ഷുഥം വിശപ്പുള്ളവനും ത്വദ്വാഹം അങ്ങയുടെ വാഹനവും ആയ തം ആ തൃക്ഷസൂനും തൃക്ഷപുത്രനായ ഗരുഡനെ കഞ്ചിത് മീനം ഒരു മത്സ്യത്തെ ജക്ഷതം ഭക്ഷിക്കുന്നവനായി ലക്ഷയൻ കണ്ട സ ആ സൗഭരി മഹർഷി ചിത്തേ മനസ്സിൽ തപ്ത ദുഃഖിതനായിട്ട് ശബ്ദവാൻ ശപിച്ചു ത്വം നീ അത്ര ഇവിടെ വസിക്കുന്ന ജന്തൂൻ ജീവികളെ ഭോക്താ ചേത് ഭക്ഷിക്കുന്നവനായാൽ ജീവിതം അഭി ജീവിതവും മോക്താച്ച ഉപേക്ഷിക്കേണ്ടി വരും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ത്വത് വാഹം അത് ചേർത്തിട്ടാണ് ത്വദ്വാഹം. തം സക്ഷുഥം ക്ഷു എന്നുള്ള അക്ഷരം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തൃക്ഷസൂനും ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മീനം കഞ്ചിത് ജക്ഷതം അത് ചേർത്ത് ചൊല്ലുമ്പോൾ കഞ്ചിജക്ഷതം 2 ജ എന്നാണ്. ഇഞ്ച എന്നൊന്നും ആവരുത്, 2 ജ എന്നാണ്. കഞ്ചിജക്ഷതം ഇഞ്ചി എന്നുള്ളത് ഞാ ച എന്നാണ്. കഞ്ചി ജ 2 ജ എന്ന്. ക്ഷ ക്ഷന്ന് നന്നായിട്ട് ഊന്നി പറയണം. ലക്ഷയൻ ക്ഷ എന്നുള്ള അക്ഷരം ഇവിടെയും നന്നായിട്ട് ഊന്നി പറയണം. സ എന്ന് കഴിഞ്ഞിട്ട് വിസർഗം സ അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം അവിടെ. തപ്തശ്ചിത്തേ തപ്തശ്ചിത്തേ ശ ച എന്ന് ചേർത്ത് എഴുതിയതാണ് ചി എന്നുള്ളത്. ശബ്ദവാനത്ര ചേത്വം ചേത് ത്വം ചേർത്തിട്ട് ചേത്വം ജന്തൂൻ ഭോക്ത ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജീവിതം ച അഭി മോക്ത ചേർത്തിട്ട് ചാപി മോക്ത. മോക്ത എന്നുള്ളത് കാ ത എന്നാണ്, ഒട്ടും മൂന്നരുത്. മോക്താന്ന് ദീർഘത്തോടു കൂടി അങ്ങനെ നിർത്താം.
തുദ്വാഹം തം സക്ഷുഥം തൃക്ഷസൂനും മീനം കഞ്ചിജ്ജക്ഷതം ലക്ഷയൻ സ തപ്തശ്ചിത്തേ ശബ്ദവാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാപി മോക്താ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.